ഒരു സമയം പോക്കിനും വിനോദത്തിനും അപ്പുറം ഒരു നല്ല വ്യായാമം കൂടിയാണ് ബാഡ്മിൻ്റൺ ഗെയിം. പ്രായഭേദമന്യേ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും കളിക്കാവുന്ന ഒരു സിമ്പിൾ ഗെയിം തന്നെയാണ് ബാഡ്മിൻ്റൺ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ പ്രചാരവും ഏറി വരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിരവധി പേർ ഷട്ടിൽ ബാറ്റ് അഥവാ റാക്കറ്റിൻ്റെ വിൽപ്പന ബിസിനസ് ആക്കിയിട്ടുമുണ്ട്. ബാറ്റുകൾ സ്വന്തമായി സ്ട്രിങ്ങിങ് ചെയ്ത് മൊത്തമായും ചില്ലറയായി വിൽക്കുന്ന നിരവധി ഷോപ്പുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തവണത്തെ സ്പോർട്സ് ലാബ് എന്ന സെഗ്മെൻറ്റിലൂടെ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. സ്പോർട്സ് ലാബിൻ്റെ ഇത്തവണത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാഡ്മിൻ്റൺ ബാറ്റുകളാണ് അഥവാ റാക്കറ്റുകളാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കടവന്ത്രയിലാണ്. കടവന്ത്രയിലെ റാക്കറ്റ് ലോഞ്ച് എന്ന് പറയുന്ന ഷോപ്പിന് മുന്നിലാണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ GCDA കോംപ്ലക്സിലാണ് വരുന്നത്. ബാറ്റുകളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയി കാണാം. ഹായ്, പേര് രോഹിത്. ഓക്കെ, ഇവിടുത്തെ GM ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഇതിപ്പോൾ എത്ര നാളായി നമ്മുടെ കട തുടങ്ങിയിട്ട്? നമ്മുടെ കട തുടങ്ങിയിട്ട് ഏകദേശം 3 year ആയി. ഇവിടെ GCDA തന്നെയാണ്? അല്ലല്ല, പാലാരിവട്ടത്താണ് സ്റ്റാർട്ടിങ് വരുന്നത്. പാലാരിവട്ടം റാക്ക് ലോഞ്ചാണ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. ഇത് രണ്ടാമത്തെ ഷോപ്പാണ്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 2 year ആവാറായി. ഓക്കെ, ഇതിന്റെ ബേസ് ആണ് ഇത് പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ? അല്ലല്ല, ഇത് ഞങ്ങളൊരു കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കളിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അവർ ഞങ്ങളൊരു പെട്ടെന്നൊരു ടൈമിൽ ഇങ്ങനെ ഒരു റാക്കറ്റ് ലോഞ്ചിൻ്റെ ഒരു ഐഡിയ ഞങ്ങൾ ഇതേ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ റാക്കറ്റ് ലോഞ്ച് ഈ റാക്കറ്റ്സിന് മാത്രമായിട്ട് ഇന്ന് കേരളത്തിൽ ഷോറൂം കുറവാണ്. 3 മൾട്ടി ബ്രാൻഡായിട്ട് ഷോറൂംസ് കുറവാണ്. ഞങ്ങളുടെ കൺസെപ്റ്റിൽ ഒറ്റ ഇതിൻ്റെ ഇടയിൽ മൊത്തം ബ്രാൻഡ്സും കൊണ്ടുവരിക എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞങ്ങൾ ഈ റാക്കറ്റ് ലോഞ്ച് തുടങ്ങിയിരുന്നത്. മൾട്ടി ബ്രാൻഡാണ്. എല്ലായിടത്തും പോയാലും ഇപ്പോൾ യോനെക്സ് ആയാലും ലിനിങ് ആയാലും ഒക്കെ സെപ്പറേറ്റ് ഷോറൂം ഉണ്ട്. ഈ മൾട്ടി ഷോറൂംസ് കുറവാണ് ഇന്ന് കേരളത്തിൽ. അതും ബാഡ്മിൻ്റന് മാത്രമായിട്ട് ഉള്ള ഷോറൂംസ് കുറവാണ്. ഞാനിവിടെ വരുന്നപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ദൂരെ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള കാര്യം കൊണ്ട് ഞാൻ ചോദിക്കാം. അപ്പൊ അവർ കാലടിയിൽ നിന്ന് എന്തോ കസ്റ്റമേഴ്സിനെ ഇവിടെ കണ്ടു. അപ്പം ഇത്ര ദൂരെ നിന്നൊക്കെ അവിടെയൊക്കെ അടുത്ത്, കാരണം ഇപ്പം ഞാൻ വരുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഞാൻ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ റാക്കറ്റ് അല്ലെങ്കിൽ ഷട്ടിൽ ബാറ്റിന്റെ കടകൾ ഒരുപാട് കാണാറുണ്ട്. കാലടിയിലൊന്നും എന്തായാലും കട ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ അവിടുന്ന് കടവന്ത്ര വരെ വരണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ സീക്രട്ട്? കടവന്ത്ര വരണമെന്ന് സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന സർവീസ്. ഞങ്ങൾ സർവീസ് ഇപ്പോൾ അവർ ഏത് ടൈമിൽ വിളിച്ചാലും നൈറ്റ് വിളിച്ചാലൊക്കെ ഞങ്ങൾ സർവീസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഗട്ടിങ്ങിന്റെ സ്റ്റൈല്, ഞങ്ങളുടെ കൂടെയുള്ള ഗട്ടിങ്ങിന്റെ ആൾക്കാർ ഏകദേശം ഒരു 6-7 പേര് ഗട്ടിങ്ങിന് മാത്രമായിട്ടുണ്ട്. ഒരാൾ വന്ന് 25 years എബോവ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ ബാക്കി എല്ലാവരും നമുക്ക് എക്സ്പീരിയൻസ് പേഴ്സൺസ് 7 year എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ പല ഇത് കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഗട്ടിങ്ങും പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന സർവീസും ഓക്കെയാണ്. ഇതിപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗട്ടിങ് എന്ന് പറയുന്നതിനെ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് സംഭവം? എന്താണ് ഗട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയർ ഏത് റാക്കറ്റ് ചൂസ് ചെയ്താലും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഗട്ടിങ് ആണ്. ഗട്ടിങ് പല ടൈപ്പ് ഓഫ് ഗട്ടിങ്. അപ്പോൾ എല്ലാവരും ചെയ്യണം ഒരേ പാറ്റേണിലായിരിക്കില്ല. അത് പാറ്റേൺ മാറുന്നതനുസരിച്ച് ഏത് ഒബ്ജക്റ്റിനും ഒരു റിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ ആ ഒബ്ജക്റ്റിന് 3 റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഷട്ടിൽ വന്നിട്ട് ഒരു റാക്കറ്റ് പതിപ്പോൾ ആ റാക്കറ്റിന് റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. സ്ട്രിങ് ചെയ്തതിന് റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോഴാണ് ആ ഷട്ടിൽ ഓപ്പോസിറ്റ് പോകാനുള്ള ഇത് കൂടും. ഇപ്പം നമ്മളൊരു മരത്തിൽ നമ്മളൊരു ബോൾ എന്തെങ്കിലും എറിഞ്ഞാലോ കല്ലെറിഞ്ഞാലും ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതേപോലെയാണ് നമ്മൾ റാക്കറ്റിൻ്റെ ഗട്ടിങ്. അത് ഗട്ടിങ്ങിൽ തന്നെ പല ടൈപ്സ് ഓഫ് സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ്ങിൽ 70 mm തിക്നെസ് വരുന്ന സ്ട്രിങ് ഉണ്ട്, 69 mm തിക്നെസ് വരുന്നത്, 68 ഉണ്ട്, 65 ഉണ്ട്, 63 ഉണ്ട്, 59 ഉണ്ട്. തിക്നെസ് കുറയും തോറും കൺട്രോളും റിഫ്ലക്ഷൻ പവറും കൂടി വരും. ഈ ഗട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം? പല ആൾക്കാരും ചെയ്യുന്ന പല ടൈപ്പിലാണ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ ലോസ് ഉണ്ടാവും, സ്ട്രിങ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും, അവർക്ക് കളിക്കുമ്പോൾ ആ റിഫ്ലക്ഷൻ കിട്ടിയെന്ന് വരില്ല. പല ടൈപ്പ് ഉണ്ട്. ഈ സ്ട്രിങ്ങിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. സ്ട്രിങ് കറക്റ്റായാൽ മാത്രമാണ് ഒരു പ്ലെയർക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് കിട്ടും. ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്, പെട്ടെന്ന് ടാപ്പ് ചെയ്യേണ്ട ആ ഒരു ഡിഫറൻസ് വരും. പാറ്റേൺ മാറിയ ഡിഫറൻസ് വരും. അവൻ്റെ ആ ഷട്ടിൽ പോണ പോക്കിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും സ്റ്റാൻഡേർഡായ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ട്രിങ്ങിങ് പാറ്റേണിൽ ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈം ഇത്തിരി കൂടുതലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മേക്ക് ചെയ്യാൻ കുറച്ചുകൂടി സമയം ടൈം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട സമയമാണ്. ബാക്കി ടെൻഷൻ വലിക്കണേലൊന്നും
പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ 2 റാക്കറ്റ് അവർ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു റാക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ ആവില്ല. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ട് അത് ചെയ്യാറുള്ളൂ. സാധാരണ നമ്മൾ വലിയ മാച്ചുകളിലൊക്കെ ഇപ്പോൾ ഒരു പ്ലെയർ തന്നെ ബാറ്റുകൾ മാറി യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതെന്താ, അതായത് ഈ പറഞ്ഞ 3 കാറ്റഗറി മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും? അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഡെയിലി ട്രെയിൻഡ് ആണെങ്കിൽ ഓക്കെയാണ്. അവരുടെ കയ്യിലിരിക്കുന്ന റാക്കറ്റ് എല്ലാം ഡെയിലി അവർ പ്രാക്ടീസ് ചെയ്യുന്ന റാക്കറ്റ്സ് ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. എങ്ങനെ ടാപ്പ് ചെയ്ത് എങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയതാവും ഒക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും പ്രൊഫഷണലി കളിക്കുന്ന ആൾക്കാർ. അവർക്ക് അത് വലിയ ഡിഫറൻസ് അല്ല. പക്ഷെ ആദ്യമായിട്ട് കളിക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് തോന്നും. 3 ബാറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് വരും. ഓക്കെ. അപ്പോൾ ഈ 3 ടൈപ്പ് ബാറ്റുകളും ഇവിടെ സ്ട്രിങ്ങിങ് പരിപാടികളും എല്ലാം നമ്മൾ ബിഗിനേഴ്സ് തൊട്ട് ലെജൻഡ്സ് വരെ പ്ലേയേഴ്സ് നമ്മുടെ കടയിൽ വരാറുണ്ട്, ഷോപ്പിൽ വരാറുണ്ട്. ബെന്നറ്റ്, ആംബിളി എന്നൊക്കെ പറഞ്ഞ പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല ഹെവി മാച്ചസ് കളിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിൽ ഇന്ന് പേര് അറിയപ്പെടുന്ന ആൾക്കാരാണ്. അതെ, സ്റ്റേറ്റ് ലെവലിൽ നല്ല ഇന്റർനാഷണൽ ലെവലിൽ അവർ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അവരിന്ന് നമ്മുടെ കടയിലാണ് ഗട്ടിങ് കാര്യങ്ങൾ. അവർ മാത്രമല്ല, അല്ലാണ്ടും കുറെ കോച്ചുമാരുണ്ട്, കുറെ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഉണ്ട്, പിള്ളേരുണ്ട്. നമ്മുടെ ക്യാമ്പിന് പോണ കുറെ കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്നാണ് ഇന്ന് സ്ട്രിങ് ചെയ്ത് പോണത്. രോഹിത് തന്നെ പറഞ്ഞു നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്ട്രിങ്ങേഴ്സ് ആൻഡ് നമ്മുടെ സ്റ്റാഫ്സ് ആണ്. അവരാണ് അവർക്ക്, കാരണം ഐഡിയപരമായിട്ട് അവർക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ ചോദിക്കും, അതേ നമ്മൾ കൊടുക്കും. അല്ലാതെ ഒരിക്കലും അവർ റാക്കറ്റ് ഒന്ന് സെയിൽ ചെയ്യുക ആ പരിപാടിയില്ല. ഞങ്ങൾ എന്താണോ കസ്റ്റമർക്ക് വേണ്ടത് അത് മാത്രമേ ഇവിടുന്ന് സെയിൽ. സാറ്റിസ്ഫാക്ഷൻ മുഖ്യം. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന സ്ട്രിങ്ങിങ് അല്ലെങ്കിൽ ഗട്ടിങ് ആ ഒരു ഭാഗത്തിലേക്ക് അവിടുത്തെ ഒരു പരിപാടി നമുക്ക് കാണാൻ പറ്റും. അവരെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ അല്ലേ? അതെ, ഇതാണ് മെഷീൻ. ഇത് എവിടെ നിന്നാണ്? ഇത് യോനെക്സിന്റെ ജപ്പാൻ മെയ്ഡ് സ്ട്രിങ് മെഷീനാണ് വരുന്നത്. ഓക്കെ. ഇതിലാണ് നമ്മൾ സ്ട്രിങ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിന് ഏകദേശം എന്ത് റേറ്റ് വരും? ഇതിന് ഏകദേശം ഒരു 7 lakh 8 lakh ആ റേഞ്ച് വരും. അതൊക്കെ അവർ നമുക്ക് ഓൾറെഡി ഇവിടെ വന്ന് എല്ലാം അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് തരും? ഇല്ല, നമ്മുടെ കൂട്ടത്തിലെ ടെക്നീഷ്യന്മാരുണ്ട്, ഇവര് ചെയ്യും. സ്ട്രിങ്ങർമാരും നമ്മുടെ അസംബിൾ ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. ഓക്കെ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരും. ഇതെങ്ങനെയാണ്? ഇതിലാണ് നമ്മൾ റാക്കറ്റ് സ്ട്രിങ് ചെയ്യണ പരിപാടി ചെയ്യണം. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യണ ടെൻഷൻ ഓട്ടോമാറ്റിക്കലി മെഷീൻ വലിക്കും. ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ. അതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരണത്. ഓക്കെ. ഇപ്പോൾ ഈ ടെൻഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മാവിസ് 350 ഷട്ടിലൊക്കെ കളിക്കണമെങ്കിൽ 27-26 LBS മാക്സിമം ടെൻഷൻ മതി. ഓക്കെ. പിന്നെ ഫെദർ ഷട്ടിലുണ്ട്. ഫെദർ ഷട്ടിൽ കളിക്കുമ്പോൾ ഒരു 29 LBS 30 LBS. അതിപ്പോഴാണ് ഇതിന്റെ ആ ഒരു ആക്ഷൻ കറക്റ്റ് ആയിട്ട് വരും, റിഫ്ലക്ഷനും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരും. ഷട്ടിൽ മൂവ്മെന്റ് ഒക്കെ ഈ ടെൻഷനിലാണ് ഇരിക്കുന്നത്. ടെൻഷൻ കുറയുമ്പോൾ ഇതിന്റെ മാറ്റം വരും, ടെൻഷൻ കൂടിയാലും അതിൻ്റെതായ മാറ്റം വരും. അപ്പോൾ ഏത് ടെൻഷൻ വേണമെന്ന് വരുന്നവരോട് ചോദിച്ചാൽ അവർ ഏത് ടെൻഷനാണ്. ചിലവർ ചിലപ്പോൾ 26 കളിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലവർ മാവിസ് 350 കളിക്കുന്ന ആൾക്കാരായിരിക്കും, ഫെദർ ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരായിരിക്കും. നൈലോൺ ഷട്ടിലും ഉണ്ട്, ഫെദർ ഷട്ടിലും ഉണ്ട്. രണ്ടിനും 2 ടെൻഷനാണ് ചെയ്യാൻ. രണ്ടിന് ഫ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നൈലോണും ഉണ്ട്, ഫെദർ ഷട്ടിലും ഉണ്ട്. ഏതാണ് നല്ല ഷട്ടിൽ? ഏതായിരിക്കും ശരിക്കും ഇന്റർനാഷണൽ ടൂർണമെന്റ് ഒക്കെ നടക്കുന്നത് ഫെദർ ഷട്ടിൽ കളിക്കുന്നത്. ഇപ്പോൾ നൈലോൺ ഷട്ടിലും നടക്കുന്നുണ്ട്, കൂടുതലും ഫെദർ ഷട്ടിലാണ് ഇത് കളിക്കുന്നത്, ടൂർണമെന്റ്സ് ഒക്കെ നടക്കുന്നത്. ഫെദറിലാണോ കുറച്ചുകൂടെ എയിം കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെയിറ്റേജ് കിട്ടുന്ന ഷോട്ട്. അതെ, ഫെദറിലാണ് ഇച്ചിരി കൊണ്ട് ഇത് വന്നിട്ടുള്ളത്. അതെ. ഫെദർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. ഡെയിലി കളിക്കുക ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ എടുക്കില്ല, കാരണം കറക്റ്റ് കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ഫെദർ ഓടിയും. അതുകൊണ്ടാണ് നൈലോൺ ഷട്ടിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ നൈലോണിലാണ് കളിക്കുന്നത്. പുറത്തെ ആൾക്കാർ കൂടുതൽ കളിക്കാൻ ഫെദറിലാണ്. അപ്പോൾ ആ ഷട്ടിലിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ടെൻഷൻ അനുസരിച്ച് നമ്മൾ വലിക്കണം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു റാക്കറ്റ് ഒന്ന് ചെയ്യാനായിട്ട് ആരാണ് നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ളത്? നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഇവിടെ കടവന്തറയിൽ വൈശാഖാണ്. അത്യാവശ്യം ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് ഗട്ട് ചെയ്യാൻ വരുന്ന ഒരു ആളും കൂടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ലൊരു ഗട്ടറും കൂടിയാണ് അവൻ. ഇത് കൂടാണ്ട് ഒരു 2-3 ആൾക്കാരുണ്ട്, അഖിലേഷ് മണിയണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. അവരും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കടവന്തറയിൽ ഇന്ന് നമുക്ക് ഗട്ടിങ്ങിന് വൈശാഖാണുള്ളത്. ഓക്കെ. ഹലോ വൈശാഖ് അല്ലേ? വൈശാഖാണ്. ഓക്കെ. എവിടെ സ്ഥലം വരുന്നത്? മലപ്പുറം. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെട്ടത് ശരിക്കും താല്പര്യത്തോടെ തന്നെയാണ്? ശരിക്കും എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് ഞാൻ കയറിയ ഒരു വർക്കാണ് ഈ ഒരു ബാഡ്മിൻ്റൺ സ്ട്രിങ് എന്ന് പറഞ്ഞ വർക്ക്. ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഈ ഒരു സെയിം ഫീൽഡിൽ തന്നെയാണ്. റാക്കറ്റ് ലോഞ്ച് നല്ലൊരു ടീമിൽ കയറിയിട്ട് ഇപ്പം ഒരു 1 year കഴിയാറായി. റാക്കറ്റ് ലോഞ്ചിൽ എത്തിയിട്ട് 1 year കഴിയാറായി. ഓക്കെ. മുമ്പ് ഈ ഒരു സെയിം ഫീൽഡിൽ തന്നെയായിരുന്നു. എല്ലാ ടെൻഷനും തലയിലെടുക്കും? എല്ലാ ടെൻഷനും തലയിലെടുക്കും. ഓക്കെ. അപ്പോൾ ഏതായാലും ഞാനൊരു ടെൻഷൻ തരാം. ഒരു റാക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ? തീർച്ചയായും ചെയ്തു തരാം. ഇത് നമുക്കൊന്ന് ചെയ്താലോ? പിന്നെന്താ, തീർച്ചയായും ചെയ്യാലോ. ജസ്റ്റ് വേണേൽ പറഞ്ഞ് ചെയ്തോ. ഇങ്ങനെ ആദ്യം നമ്മൾ ഫസ്റ്റ് റാക്കറ്റ് ഈ ഒരു 4 ക്ലിപ്പിൽ ഹോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് ഷേപ്പ് ഔട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു മെഷീനിൽ വെക്കുന്നതിന് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കറക്റ്റ് ക്ലിപ്പ് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ
നമ്മൾ സ്ട്രിങ് ചെയ്യുന്ന ടൈമിൽ അത് മെഷീൻ ഷേപ്പ് ഔട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഷേപ്പ് ഔട്ട് ആയാൽ നമ്മുടെ ഈ ഇതിനൊക്കെ വ്യത്യാസം വരും, ക്രാക്ക് ആവാനും ചാൻസ് ഉണ്ട്. പ്രോപ്പർ ഒരു കോണ്ടാക്റ്റിങ് കിട്ടാതെ ആവും അത്. നമ്മൾ എവിടെയാണ് ഇതിന്റെ ടൈറ്റിങ് വരുന്നത്, ഈ മെഷീൻ്റെ ലോക്കിങ് കറക്റ്റ് ഓവർ ടൈറ്റ് ആവാനും പാടില്ല, പ്രോപ്പർ ടൈറ്റ് ആയിരിക്കണം. ഫ്രെയിം ഇളകാൻ പാടില്ല എന്ന് ഉള്ളിൽ. ഓക്കെ, സ്റ്റഡിയായി. നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര ടെൻഷനാണോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് നൈലോൺ ഷട്ടിൽ കളിക്കുന്ന ഒരു പ്ലെയറിന് വേണ്ടി ചെയ്യുന്നൊരു റാക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു 26 LBS ചെയ്താൽ മതി. 26 LBS. ഓക്കെ, ഇത് നൈലോൺ ആണല്ലേ? നൈലോൺ ഷട്ടിൽ സ്ട്രിങ് മെറ്റീരിയൽ നൈലോൺ മെറ്റീരിയൽ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻഷൻ മാക്സ് 350 കളിക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ടെൻഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെയാണ്. 26 LBS റാക്കറ്റ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആളെ കണ്ടാൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറയില്ല. ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 4 വർഷമായി ഒരു ഫീൽഡിൽ. 4 വർഷമായി. ഓക്കെ, പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ബാറ്റ് കയ്യിൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി ഇതുകൊണ്ട് നല്ലൊരു ഗെയിം. അപ്പോൾ ഏതായാലും വൈശാഖെ ഒരുപാട് താങ്ക്സ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തിട്ട് ഇതിൽ എക്സ്പേർട്ടായി മാറട്ടെ എന്നാണ്. ഇത് തന്നെയാണ് പാഷൻ എന്നുണ്ടെങ്കിൽ ഇതിൽ ടോപ്പ് ലെവലിൽ എത്തട്ടെ. ഓക്കെ, താങ്ക് യു. കാണാം. അപ്പോൾ ഇത്തവണ സ്പോർട്സ് ലാബിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് റാക്കറ്റ് ലോഞ്ചിലെ ബാഡ്മിൻ്റൺ ബാറ്റുകളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ബാറ്റുകൾ മുതൽ നമ്മളിവിടെ സ്ട്രിങ് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും നമ്മൾ കാണും സ്പോർട്സ് ലാബിൽ മറ്റൊരു ഫാക്ടറിയുടെ വിശേഷവുമായി. അതുവരേക്കും എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.